നരേന്ദ്ര മോദി സംരക്ഷിക്കാൻ കേരളത്തിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സമരശേഷി എന്ത് എന്ന് കേരളത്തിലെ ഗവൺമെന്റും ഇന്ത്യ ഭരിക്കുന്ന RSS ഗവൺമെന്റിന്റെ ചട്ടുകമായ കുറെ കാലമായി അവരുടെ ആയുധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന EDയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. CPIMന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഇന്ന് കേരളത്തിന്റെ പാർട്ടിയുടെ ഒരു പേജ് മാത്രമാണ് ഭരണം. അതങ്ങ് പോയി എന്നുള്ളത് കരുതി അങ്ങ് ഒലിച്ചു പോകുമെന്ന് ആരും കരുതണ്ട. ഉജ്ജ്വലമായ സമര പോരാട്ടത്തിന്റെ നാളുകളാണ് VD സതീശനും മോഡിയും EDയും കാണാൻ പോകുന്നത് എന്നതിന്റെ സൂചനയാണ് ഇന്ന് ഈ പെരുന്നാൾ തലേന്നായിട്ട് പോലും ഇവിടെ നടന്ന ഈ പ്രതിഷേധം, ജില്ലയിലാകെ നടക്കുന്ന പ്രതിഷേധം, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെയും തവനൂരിന്റെയും മുൻ MLA ഡോക്ടർ KT ജലീലിനെ ഞാൻ ഈ സമരത്തിലേക്ക് വളരെയധികം അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ രാജ്യത്ത് പ്രതിപക്ഷ നിരയിലുള്ള BJP വിരുദ്ധരായ നേതാക്കളെ മുഴുവൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയാണ്. പിണറായി വിജയൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലെ സ്വഗ്രഹത്തിലും അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലുമെല്ലാമായി ഇന്ന് രാവിലെ മുതൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് എഴുതിക്കൊടുത്ത് പോകേണ്ട ഒരു ദുരവസ്ഥ നമ്മളുടെ സംസ്ഥാനത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഈ റെയ്ഡിൻ്റെ ബാക്കി പത്രം എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഡൽഹിയിൽ 3 തവണ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസുണ്ടാക്കി EDക്ക് വേട്ടയാടാൻ അവസരമൊരുക്കി കൊടുത്തത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ പരാതിയിന്മേലാണ് അദ്ദേഹത്തിനെതിരായിട്ട് ED അന്വേഷണം ആരംഭിച്ചതും അദ്ദേഹത്തെ ആഴ്ചകളോളം മാസങ്ങളോളം ജയിലിലടക്കുകയും ചെയ്തത്. ബംഗാളിൽ മമതാ ബാനർജിക്കെതിരായിട്ടും ED വളരെ ശക്തമായിട്ടുള്ള നീക്കം നീങ്ങിയത് നമുക്കറിയാം. BJP വിരുദ്ധരായിട്ടുള്ള RSSനെതിരായി സംസാരിക്കുന്ന നേതാക്കളെ മുഴുവൻ അഴിക്കുള്ളിലാക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സഖാവ് പിണറായി വിജയനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ വേട്ടയാടാനുള്ള നിരവധി ശ്രമങ്ങൾ EDയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിലൊന്നും ഒരു തുരുമ്പും അവർക്ക് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് അന്ന് അതിനവർ മുതിരാതിരുന്നത്. അതിനുശേഷം 10 വർഷം മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായി അദ്ദേഹം സ്ഥാനമേറ്റെടുത്തപ്പോഴാണ് വീണ്ടും ഒന്ന് അദ്ദേഹത്തിനെതിരായിട്ട് പടക്കിറങ്ങാമെന്ന് ED തീരുമാനിക്കുന്നത്. ഇന്നലെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ച നടന്ന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് ഇന്ന് പുലർച്ചെ 6 മണിക്ക്
ED ഉദ്യോഗസ്ഥന്മാർ ആരെയും അറിയിക്കാതെ പല സ്ഥലങ്ങളിലായി ഇരച്ചെത്തി പരിശോധനകൾ നടത്തി. സാധാരണ പരിശോധന നടത്തിയാൽ എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് ലഭിക്കും. എന്താണ് മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വീടുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് തെളിവായിട്ട് കിട്ടിയത് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയോട് ചോദിച്ച ഒരു ചോദ്യം ഇത്തരുണത്തിൽ നമുക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം പറഞ്ഞത്, എന്തുകൊണ്ടാണ് പിണറായിയുടെ വീട്, മുഖ്യമന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ED കേസെടുക്കാത്തത്? ED അല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ അന്വേഷണ ഏജൻസികൾ വന്നാലും കുറ്റം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാടിൻ്റെയും പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ടാണ് വളരെ ശാന്തമായി ഈ അന്വേഷണങ്ങളോട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ നീണ്ട 10 വർഷക്കാലത്തെ മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എന്തെങ്കിലും ഒരു തുമ്പ് ഉണ്ടായിരുന്നു എങ്കിൽ അത് ഇതിനകം തന്നെ എല്ലാ മാധ്യമങ്ങളിലും, എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ഫ്ലാഷ് ന്യൂസായിട്ട് വരുമായിരുന്നു. സാധാരണ രീതിയിൽ റെയ്ഡ് നടത്തിയാൽ പണമെങ്കിലും പിടിച്ചെടുക്കാറുണ്ട്. അങ്ങനെ 10 വർഷം മുഖ്യമന്ത്രിയായ ഒരാളുടെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് അതിനുപോലും സാധ്യമാകാതെ ഇളിമ്പ്യരായിട്ടാണ് ED ഉദ്യോഗസ്ഥന്മാർ മടങ്ങിയത് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, CPIM-നെ, ഇടതുപക്ഷത്തെ, പിണറായി വിജയനെ ദുർബലമാക്കാൻ, തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഡൽഹിയിൽ EDയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഉൾപ്പെടെ CPIM-ന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും മാർച്ച് നടത്തുകയുണ്ടായി. അതിനോടെല്ലാം അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ്, ആ പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് വളാഞ്ചേരിയിലും വളരെ പെട്ടെന്ന് വിളിച്ചു ചേർത്ത ഈ പ്രകടനം നടന്നതും ഇതിൽ നമ്മളുടെ സഖാക്കൾ പങ്കെടുത്തതും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരായി, CPIM-നെതിരായി വളരെ ശക്തമായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കണം. അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ പതറാതെ പോരാട്ട വീതിയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ഉണർത്തിക്കൊണ്ട്, ഇത് സമരത്തിൻ്റെ തുടക്കം മാത്രമാണ്, ഇനി കിടക്കുന്നത് സമരങ്ങളുടെ പരമ്പരകളാണ് എന്നാവർത്തിച്ചുകൊണ്ട് ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ്റെയും കേരളത്തിൻ്റെ മുൻ മന്ത്രിയും നിലവിൽ CPM-ന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള സഖാവ് മുഹമ്മദ് റിയാസിൻ്റെയും വീട്ടിൽ ഏതാണ്ട് 8 മണിക്കൂറിലധികം സമയമാണ് ED റെയ്ഡ് ചെയ്തത്. അവസാനം ഞങ്ങൾക്ക് ഒരു മുട്ടുസൂചി പോലും, ഒരു കടലാസ് കഷ്ണം പോലും ഞങ്ങൾക്ക് തെളിവായി ലഭിച്ചില്ല എന്ന് എഴുതി കൊടുത്തുകൊണ്ട് അവർക്ക് പോകേണ്ടി വന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്ര നാളുകളായി, 2016 മുതൽ 21 വരെ ആദ്യ 5 വർഷം അധികാരത്തിലിരിക്കുന്ന സമയത്ത് EDയും കസ്റ്റംസും CBIയും ഉൾപ്പെടെ കേന്ദ്രത്തിൽ എന്തെല്ലാം അന്വേഷണ ഏജൻസികളുണ്ടോ ആ അന്വേഷണ ഏജൻസികളെ മുഴുവൻ വിട്ടുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെ, അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ, ഈ നിൽക്കുന്ന ഡോക്ടർ KT ജലീലിനെ ഉൾപ്പെടെ അന്ന് വേട്ടയാടാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്നാൽ ഒരാൾക്കെതിരെ പോലും വ്യക്തമായിട്ടുള്ള ഒരു തെളിവിന്റെ കണിക പോലും അവർക്ക് ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പല തവണ കേരള ഹൈക്കോടതി ഉൾപ്പെടെ ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരായിട്ടുള്ള പ്രതികരണം നടത്തുന്ന സ്ഥിതി വരെ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കി പോകണം. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കപ്പെട്ട സമയത്ത് അന്ന് കേരളത്തിലെ നിയമസഭാ സാമാജികനായിരുന്ന സഖാവിനെ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന്റെ നട്ടെല്ല് തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അന്ന് വളഞ്ഞിട്ടില്ല,
അദ്ദേഹത്തിന്റെ നട്ടല് അന്ന് കുനിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ശിരസ്, ആ ശിരസ് ഇനി കുനിക്കാൻ വേണ്ടി നിങ്ങൾക്കാർക്കും കഴിയുമെന്നും ധരിക്കേണ്ടതില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് കരുതി ഈ നാട്ടിൽ കുറച്ച് അപ്പൂപ്പൻ താടികൾ കാറ്റത്ത് കറങ്ങി നടക്കുന്നത് കണ്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണമില്ല എന്ന് വിചാരിക്കുന്നത് പോലെ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 4 സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒലിച്ചുപോയി എന്ന് നിങ്ങൾ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇന്ന് കേരളത്തിന്റെ തെരുവുകളിൽ കാണുന്നത്. അത് വരും ദിവസങ്ങളിലും ആവർത്തിക്കും. പിണറായി വിജയൻ തന്നെ മുമ്പ് പറഞ്ഞത് കടമെടുത്താൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഈ പാർട്ടി ഒരു തീപ്പന്തമായി മാറുക. ഈ പാർട്ടി ഒരു തീപ്പന്തമായി കത്തിജ്വലിക്കും. അങ്ങനെ ജ്വലിച്ചാൽ അതിന്റെ പിന്നിൽ വടശ്ശേരി ദാമോദരൻ നായർ മേനോന്റെ മകൻ അദ്ദേഹം ഉൾപ്പെടെ നിഷ്പ്രഭമായി പോകും. അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ഡീല് BJP-യുമായി കേരളത്തിലെ അധികാരമേറുന്നതിനു വേണ്ടി BJP-യുമായി നടത്തിയിട്ടുള്ള ഡീലിന്റെ അവസാനത്തതാണോ അതോ ഒരു ഘട്ടമാണോ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തം ചെയ്യുന്ന പണിയുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും പോകുന്നത് എങ്കിൽ ഈ കേരളം അവർക്ക് മുഖത്തടിച്ച മറുപടി നൽകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ സമരം, ഈ പ്രകടനം, ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. വരും ദിവസങ്ങളിലെല്ലാം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിവാദ്യങ്ങൾ. വിവാഹം വരുന്നു, സ്റ്റൈൽ തീരുമാനിച്ചു. വളരെ സ്പെഷ്യൽ ആയ ഒരു അഡ്രസ് ഇനി വളാഞ്ചേരിയിൽ. MX വെഡിംഗ് സെന്റർ. ബ്രൈഡിനായി ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ, ട്രെൻഡി ലെഹങ്കകൾ, എലിഗന്റ് ഗൗണുകൾ. ട്രെൻഡുകൾ മാറാം, ഗുണമേന്മ മാറില്ല, സ്റ്റൈൽ മാറാം. ഗ്രൂമിന് വേണ്ടി ക്ലാസിക് ഷെർവാണികള്, സ്റ്റൈലിഷ് കുർത്തകള്, പ്രീമിയം എത്നിക് കളക്ഷനുകള്, വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ. MX വെഡിംഗ് സെന്റർ. 22 വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം. MX Wedding Center, Valancheri, Pattambi, Kutanad, Koppam and Kecheri.